അപ്പൊ ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ആഘോഷം മുഴുവനും ഇബാദത്തമായ തക്ബീർ ചൊല്ല. നടന്നും ഇരുന്നും കടന്നും ഓടിയും ചാടിയും ഒക്കെ തക്ബീർ ചൊല്ലുന്നതിനാണ്. തക്ബീർ അല്ല വലിയ പെരുന്നാളിനുള്ളത്. വലിയ പെരുന്നാളിന് രണ്ട് രൂപത്തിൽ തക്ബീർ ഉണ്ട് എന്ന് ഫുഖഹാക്കൾ പഠിപ്പിച്ചത് കാണാം. മുർസലായ തക്ബീറും മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞിട്ട് രണ്ട് തക്ബീറുകളുണ്ട് വലിയ പെരുന്നാൾ. മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, പെരുന്നാളിന്റെ മാസം കണ്ടത് മുതൽക്ക് എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ ആ മഗ്‌രിബ് മുതൽക്ക് നിസ്കാരം വരെയുള്ള സമയം, നിസ്കരിക്കാൻ വേണ്ടി ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെയുള്ള സമയം നിരന്തരമായ തക്ബീർ ചൊല്ലുക. നടന്നും ഇരുന്നും കടന്നും ഓടിയും ചാടിയും ഒക്കെ തക്ബീർ ചൊല്ലുന്നതിനാണ് മുർസലായ തക്ബീർ എന്ന് പറയുന്നത്. അതിന് പരിധിയൊന്നുമില്ല, എപ്പോഴും ചെയ്യാം. ഇത് ചെറിയ പെരുന്നാളിനുണ്ട്. എന്നാൽ വലിയ പെരുന്നാളിന് മാത്രം സുന്നത്തുള്ള തക്ബീർ അത് മുഖയ്യദായ തക്ബീർ എന്ന് പറയും. മുഖയ്യദായ തക്ബീർ എപ്പോഴാ തുടങ്ങുക? അറഫ ദിവസത്തിന്റെ സുബിഹി മുതൽക്ക് ആരംഭിക്കും. അറഫ ദിവസത്തിന്റെ സുബിഹി മുതൽക്ക് അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ അശർ വരെ, ദുൽഹിജ്ജ 13 അശർ വരെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഹത്താ മയ്യത്ത് നിസ്കാരം വരെ, മയ്യത്ത് നിസ്കാരത്തിന് ശേഷം വരെ തക്ബീർ ചൊല്ലൽ സുന്നത്താകുന്നു. അതുപോലെ തന്നെ ബലിയിറക്കുന്ന മൃഗങ്ങളെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുക, ഇതൊക്കെ സുന്നത്താണ്. ഇതാണ് ശരിക്കും പെരുന്നാളിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ. അപ്പൊ ശരിക്കും ഇസ്ലാം പഠിപ്പിക്കുന്ന ആഘോഷം മുഴുവനും ഇബാദത്ത് തന്നെയാണ്. കാരണം നമ്മളെ ഇവിടേക്ക് പടച്ചു വിട്ടന്നെ ഇബാദത്തിന് വേണ്ടിയിട്ടാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹു തആല മാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂന, ജിന്നിനെയും ഇൻസിനെയും അള്ളാഹ് പഠിച്ച് ഇബാദത്ത് ചെയ്യാനാ. അപ്പൊ നമ്മളെ പണി മുഴുവൻ ഇബാദത്ത് തന്നെ ആയിരിക്കും. അല്ലാതെ അതിൽ ഒരിക്കലും